പെങ്ങാമുക്ക് പീടികേശ്വര റോഡരികിൽ വീണ്ടും മാലിന്യം തള്ളി. പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ മാലിന്യം തള്ളിയ വ്യക്തിയുടെ മേൽവിലാസം കണ്ടെത്തി. ഇയാളിൽ നിന്ന് പഞ്ചായത്ത് 6000 രൂപ പിഴ ഈടാക്കി. പെങ്ങാമുക്ക് റോഡിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായതോടെ റോഡരികിൽ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇതോടെ മാലിന്യങ്ങൾ പീടികേശ്വര റോഡിലേക്ക് ഇടുന്നത് പതിവായി. പഞ്ചായത്ത് അംഗം പ്രദീപ് കുനത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് 2 ആഴ്ച മുമ്പ് മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും മാലിന്യം തള്ളിയത്. ഇതോടെ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന പി അരവിന്ദ്, അരുൺ കെ തിലകൻ എന്നിവർ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം തള്ളിയ വ്യക്തിയുടെ മേൽവിലാസം കിട്ടിയത്. മേഖലയിൽ CCTV സ്ഥാപിക്കാനും വാർഡ് തല ശുചിത്വ സമിതിയുടെ നിരീക്ഷണം ശക്തമാക്കാനും തീരുമാനിച്ചു. വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കക്കൂസ് മാലിന്യങ്ങളും അതുപോലെ തന്നെ ഇതുപോലുള്ള മാലിന്യങ്ങൾ ഇവിടെ തള്ളുന്നത് മൂലം നിരന്തരമായിട്ട് നായ്ക്കളുടെ ശല്യം മാത്രമല്ല, കാൽനട യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ നമ്മുടെ തൊട്ടടുത്ത വാർഡിൽപ്പെട്ട ഒരാളുടെ അഡ്രസ്സ് അതിൽ നിന്ന് കിട്ടുകയും ആ വ്യക്തി തന്നെയാണ് ഇവിടെ ഇത് കൊടുന്ന് തള്ളിയത് എന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 6000 രൂപ പഞ്ചായത്ത് അവർക്ക് ആദ്യ പരിഗണന എന്നുള്ള നിലയ്ക്ക്, അതായത് പിഴ ചുമത്തിയിട്ട് അവരെ വിടുകയാണ്. ഈ മാലിന്യങ്ങൾ അവരോട് നീക്കം ചെയ്യാൻ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മൾ പിഴ ചുമത്തി ഒരു കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നാളെ ഇതുപോലെയുള്ള മാലിന്യം തള്ളുന്നത് നമുക്ക് ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇനിയുള്ള ആളുകളെങ്കിലും അത് ബോധവാന്മാരായിട്ട് നമ്മുടെ നാടാണ്, നമ്മുടെ നാടിനെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ട് ഈ മാലിന്യം തള്ളുന്നത് ഒന്ന് ഒഴിവാക്കണമെന്നാണ് വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.